CPM-ന്റെ ഒരു ഗതികേട് ആലോചിച്ച് നോക്കണേ. ഈ കാരണഭൂതത്തിന്റെ മോന്ത കണ്ട് സഹികെട്ട് ഇയാളെ ഓടിപ്പിച്ചതാണ് ഇവിടുത്തെ വോട്ടർമാർ മുഴുവൻ. എന്നിട്ട് ഇയാളെ കെട്ടി പൊന്തിച്ച് കൊണ്ടുവരികയാണ്. എന്താക്കി? ഇയാളെ പ്രതിപക്ഷ നേതാവാക്കി. ഇപ്പൊ ഇയാൾ പറഞ്ഞത് എന്താ വെച്ചാൽ പ്രതിപക്ഷ നേതാവാണ് ഞാൻ തീരുമാനിക്കൊക്കെ. നേരത്തെ 10 വർഷം കേരളം ഭരിച്ചിട്ട് പാർട്ടിയെ മുഴുവനും ഉള്ളം കയ്യിലിട്ടിട്ട് അമ്മാനമാടിയ ആള് തോറ്റ് എന്താ പറയാ, മൂട് കീറി അവസാനം എങ്ങനെയെങ്കിലും പ്രതിപക്ഷ നേതാവായപ്പോ ഇപ്പൊ മൂപ്പര് പറഞ്ഞു വെച്ചാൽ പ്രതിപക്ഷ ഉപനേതാവിനെ ഞാൻ തീരുമാനിക്കുന്നു. എടോ, കാരണഭൂതം അറിയാഞ്ഞിട്ട് ചോദിക്കുകയാണ്. പിന്നെ എന്തിനാ അപ്പം ഗോവിന്ദനെയും ഈ TP രാമകൃഷ്ണനൊക്കെ വേഷം കെട്ടിച്ചത് CPI ആയിട്ട് ചർച്ച ചെയ്യാൻ? നേരത്തെ ആണ് തീരുമാനിച്ച പോരേനു. മൂപ്പര് കഴിഞ്ഞ ദിവസം പറഞ്ഞത് CPIക്ക് പ്രതിപക്ഷ നേതൃസ്ഥാനം നമ്മൾ കൊടുക്കില്ല. ഞാനാണ് കത്ത് കൊടുക്കേണ്ടത്, ഞാനാണ് സ്പീക്കർക്ക് കത്ത് കൊടുക്കേണ്ടത്, ഞാൻ കൊടുക്കും. ഞാൻ CPM-ൽ ഒരാളെ നിർദ്ദേശിക്കുള്ളൂ. ആളാരാണ് നമുക്കറിയാം. ആ ആളാരാണ്? പിണറായി വിജയന്റെ മനസ്സിലുള്ള ആള് ഇതുവരെ പുറത്തേക്ക് പ്രകടിപ്പിച്ചിട്ടില്ല. KN ബാലഗോപാലൊക്കെ സ്വപ്നം കണ്ടിരിക്കുകയാണ് ഉപനേതൃസ്ഥാനം മരുവനാണെന്ന്. എന്താ സംശയം? മരുവനെ ഉപനേതൃസ്ഥാനത്തേക്ക് പിണറായി എപ്പോഴേ മനസ്സിൽ നിശ്ചയിച്ചതാണ്. അപ്പം പിന്നെ ബിനോയ് വിശ്വം ഉപനേതൃസ്ഥാനം നമ്മുടെ CPI-ക്കാർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞാൽ പിണറായി സമ്മതിക്കുമോ? അതായത് ഒരു കൂട്ടായ്മ